നമ്മളിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ വീട്ടിലാണ്. ഈ വീടിനോട് ചേർന്ന് ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശ്രീ കൈലാസനാഥ മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. ഇവിടെ പൂജയും ഒക്കെ തന്നെ ഈ ഗോപൻ സ്വാമിയുടെ കുടുംബം നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ നേരെ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുന്നത് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു രീതി, അതായത് ഒരു ക്ഷേത്രം എവിടെയെങ്കിലും ഒന്ന് പണിതുയർത്തി കഴിഞ്ഞാൽ അത് ഒരു കച്ചവടമായി മാത്രം വിശ്വാസവും ഒക്കെ മാറുന്ന ഒരു കാലവും കൂടിയാണ് ഇത്. അതുകൊണ്ടുകൂടി തന്നെ ആകാം ഈ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലും ഇവിടുത്തെ നാട്ടുകാർ ഒക്കെ തന്നെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ക്ഷേത്രം കൂടുതൽ പുനരുദ്ധീകരിക്കുന്നത് ഈ ഗോപൻ സ്വാമിയും കുടുംബവും ചേർന്നാണ്. അവർ പിരിവിട്ട് നാട്ടുകാരുടെ സഹായത്തോടെയും ഒക്കെ തന്നെ ചില സംഘടനകളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഈ ക്ഷേത്രം ഇവിടെ കൂടുതൽ പുനരുദ്ധീകരിക്കുന്നതും ഒക്കെ തന്നെ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് ഇവിടുത്തെ ചില നാട്ടുകാരിൽ നിന്ന് തന്നെ ചില പ്രസ്താവനകൾ വന്നതാണ്. അവരാരും തന്നെ നമ്മളോട് നേരിട്ട് പ്രതികരിക്കാൻ തയ്യാറായില്ല. കാരണം പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം ഞങ്ങൾക്ക് നേരെ ഉണ്ടായാലോ എന്നുള്ളൊരു ഭയം കൊണ്ട് അവർ തങ്ങളോട് അല്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ അല്ലാതെ പ്രതികരിച്ച ചില കാര്യങ്ങളുണ്ട്. അതിൽ പറയുന്നത് ഈ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ചില ക്ഷേത്രങ്ങളുണ്ട് എന്നാണ്. അത് വിശ്വാസമാണോ, എന്നാൽ ഈ വിശ്വാസം മുതലെടുക്കുന്നതാണോ എന്നുള്ള തരത്തിലും ചില സംസാരങ്ങൾ ചില നാട്ടുകാരിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് അവർ പറയുന്നത് ഈ പ്രദേശത്ത് തന്നെ ചില വീടുകളിലോട് ചേർന്ന് ഇത്തരത്തിൽ ക്ഷേത്രങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം നമുക്കൊരു ക്ഷേത്രം പണിതെടുക്കാൻ കഴിയുന്നതാണോ? ഒരു വിശ്വാസം പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്നതാണോ? അത്തരത്തിൽ ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ സമാധി എന്ന് പറയുന്നത് ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആളുടെ ഈ പറമ്പുമായി അദ്ദേഹത്തിൻ്റെ കുറച്ചധികം സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലത്തിൽ വഴിത്തർക്കങ്ങളൊക്കെ തന്നെ പല കുടുംബങ്ങളുമായി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലൊരു സമാധി ഇവിടെ ഉയർത്തുമ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു വഴിത്തർക്കമോ അല്ലെങ്കിൽ വസ്തുതർക്കമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു കേസുമായി മുൻപോട്ട് പോകാൻ ഇവിടുത്തെ ആരെങ്കിലും തന്നെ മുൻപോട്ട് വന്നാൽ ഇത്തരത്തിലുള്ള ഈ സമാധികളൊക്കെ തന്നെ വിശ്വാസത്തിൻ്റെ പേരിൽ ഉയർന്നു വരുന്ന ഇത്തരം കേന്ദ്രങ്ങൾ വലിയ രീതിയിൽ തടസ്സമായി മാറുന്നു എന്നുള്ള ഒരു ആരോപണം ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ് പറയുന്നത്. അത് അവരുടെ ന്യായമായ ആവശ്യം കൂടിയാണ് അവർ പറയുന്നത്. മാത്രമല്ല, ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വസ്തുതർക്കങ്ങളും ഒക്കെ ഈ പല കുടുംബങ്ങളുമായി ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോഴാണ് ക്ഷേത്രവും വലിയ രീതിയിൽ ഒരു ആരോപണ മുനയിൽ നിൽക്കുകയാണ്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ക്ഷേത്രം പുനരുദ്ധീകരിച്ച് 1 വർഷത്തോളം ഇവിടുത്തെ നാട്ടുകാരിൽ പലരും ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം ഈ കുടുംബത്തിലെ ആരും തന്നെ മറ്റുള്ളവരെ ഈ ക്ഷേത്രത്തിലേക്ക് അടുപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ വീടുമായി ഒരു ബന്ധം പുലർത്താനോ ആരുമായും അനുവദിച്ചിരുന്നില്ല. ഇവർ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരു കുടുംബമാണ്. ആരുമായും ഒരു തരത്തിലുള്ള ഒരു സഹകരണം ഒന്നും തന്നെ ഇവർക്കുണ്ടായിരുന്നില്ല എന്ന് പറയപ്പെടുന്നു. അത്തരത്തിലൊക്കെ വരുമ്പോഴാണ്, കാരണം ഈ അമ്പലം എന്ന് പറയുന്നത് ഇവരുടെ വരുമാനം കൊണ്ടോ ഇവരുടെ സ്വന്തം സമ്പാദ്യം കൊണ്ടോ ഉണ്ടാക്കിയെടുത്തതോ പുനരുദ്ധീകരിച്ചതോ അല്ല. ഇത് പലരുടെയും സംഭാവനകളാണ്, നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്തതാണ്. അത്തരത്തിലൊരു ക്ഷേത്രത്തിലേക്ക് മറ്റാരെയും കടക്കാൻ അനുവദിക്കാതെ എന്തിനിവർ എല്ലാവരെയും തടഞ്ഞു നിർത്തി എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിനോട് തൊട്ടടുത്താണ് ഈ ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയത്. അപ്പോൾ അതിലൊക്കെ തന്നെ ഒരു ദുരൂഹത ഉയർന്നു വരികയാണ്. ഈ നാട്ടുകാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചില ആൾക്കാർ പറയുന്നത് ഈ ഏരിയ അങ്ങനെ തന്നെയാണ്. ഇവിടെ താമസിക്കുന്ന പലരും പല അന്ധവിശ്വാസങ്ങളും കൊണ്ടു നടക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു. ഇത്തരത്തിൽ ചില ക്ഷേത്രങ്ങൾ പൊടുന്നനെ പൊട്ടിമുളയ്ക്കുന്നു. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? ഇതിനെയൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാകില്ല എന്നുള്ള രീതിയിലേക്കുള്ള ചില പ്രസ്താവനകളൊക്കെയാണ് ചിലരിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ക്ഷേത്രവും ഇപ്പോൾ അതിനോട് ചേർന്നുള്ള തൊട്ടടുത്ത് നിൽക്കുന്ന ഈ സമാധി മണ്ഡപവും വീണ്ടും ഒരു സംശയ നിഴലിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് ഈ സമാധി മണ്ഡപത്തിനോട് ചേർന്ന് ചില അതിരുകളൊക്കെ തിരിച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ കാണുന്ന ആ ടാർപ്പ വിരിച്ച ആ ഭാഗമാണ് അവിടെ കെട്ടിയടച്ചിരിക്കുകയാണ്. അവിടെയാണ് ഈ സമാധി ഉണ്ടായിരുന്നത്. പോലീസ് അവിടേക്ക് ആരെയും കടക്കാൻ അനുവദിക്കുന്നില്ല.
അവിടെയാണ് ഈ സമാധി മണ്ഡപം. അപ്പോൾ അതിനോട് തൊട്ടപ്പുറത്ത് ചേർന്ന് ചില സ്ഥലങ്ങളിൽ ചില അതിരുകൾ, അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അതിർത്തി ആയിരിക്കാം, ഈ കുടുംബത്തിൻ്റെ ഈ സ്ഥലത്തിൻ്റെ അതിർത്തിയാണ്. അപ്പോൾ തൊട്ടപ്പുറത്തേക്കുള്ളതൊക്കെ മറ്റ് ചില ആൾക്കാരുടെ വസ്തുക്കളായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെ ഇവിടെ ഒരു സമാധി ഉണ്ടാകുന്നു. പിന്നീട് ഈ കുടുംബത്തിന് ഇവിടെ പലരുമായും അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ തന്നെ ഒരു സംശയമായി തന്നെ അവരിൽ പലരും ഉന്നയിക്കുന്നു. ഇത് മാത്രമല്ല, പെട്ടെന്നൊരു ദിവസമാണ് ഈ ക്ഷേത്രത്തിനോട് ഈ സമാധിയാടുമൊക്കെ ചേർന്ന് തന്നെ, അതായത് ഈ ഗോപൻ സ്വാമിയുടെ വീട്ടിലേക്ക് വരുന്നിടത്ത് ഒരു കാവുണ്ട്, ഒരു സർപ്പക്കാവ്. ഇതാണ് ഈ ഗോപൻ സ്വാമിയുടെ വീട്ടിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് കാണപ്പെടുന്ന ഒരു കാവാണ്. ഇതൊരു സർപ്പക്കാവാണ്. അപ്പോൾ ഇവിടുത്തെ ചില നാട്ടുകാരിൽ ചിലർ പ്രതികരിച്ചിരിക്കുന്നത് ഈ സർപ്പക്കാവുമായും ബന്ധപ്പെട്ട് കേസ് നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന്, അതായത് ഇത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന കാവല്ല, പിന്നീട് ഇങ്ങനെ ഒരു കാവ് ഉണ്ടായതാണ് എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ഇത് ഏത് വർഷമാണ് ഇതൊന്നും കൃത്യമായി നമുക്കറിയില്ല. എങ്കിൽ കൂടിയും നാട്ടുകാർ പ്രതികരിക്കുന്നത് ഇത് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നതല്ല, ഈ ഗോപൻ സ്വാമിയൊക്കെ വന്നതിന് ശേഷം പണിതെടുത്തതാണ് എന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഭാഗം, അതായത് ഈ ഗോപൻ സ്വാമിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ വീടും ഈ സ്ഥലം നിൽക്കുന്ന എല്ലാ ഭാഗങ്ങളും ഒരു മതത്തിൻ്റെ ഒരു കെട്ടുപാട് ഇവിടെ അവർ ഊട്ടി ഉറപ്പിച്ചു, അത് ഉണ്ടാക്കിയെടുത്തു എന്നാണ് ഈ നാട്ടുകാർ പ്രതികരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് അത്തരത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഈ പ്രദേശത്ത് ഇത്രത്തോളം മതപരമായ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്? അതായത് നാട്ടുകാർ പ്രതികരിക്കുന്നത് ഇതിവിടെ ഉണ്ടായിരുന്നതല്ല, ഉണ്ടാക്കിയെടുത്തു എന്നാണ്. ഈ കാവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ആരൊക്കെയോ പരാതിപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ അത്രത്തോളം ദുരൂഹത ഈ വിഷയത്തിൽ നിഴലിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ കുടുംബം, അവരുടെ വിശ്വാസമാണോ? പക്ഷേ നമുക്കിത് കേൾക്കുമ്പോൾ കൂടുതലും അന്ധവിശ്വാസമായി തന്നെ തോന്നുകയാണ്. പക്ഷേ അവർ അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ടു പോയിട്ടാണോ, അതോ മറ്റെന്തെങ്കിലും ഒരു ഗൂഢനീക്കം അവർക്കുണ്ടായിരുന്നോ? അതിനെക്കുറിച്ചൊന്നും കൃത്യമായി നമുക്കറിയില്ല. ഈ ഗോപൻ സ്വാമിയുടെ മക്കളോട് സംസാരിക്കുമ്പോൾ പോലും അവർ യുക്തിക്ക് നിരക്കാത്ത പല കാര്യങ്ങളുമാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതി പറഞ്ഞിട്ട് പോലും കോടതിയോടും അവർ പറയുന്നത് ഇത് സമാധിയാണ്, മരണമല്ല എന്ന് ആവർത്തിക്കുന്ന ഇവർ മതത്തെ കൂട്ടുപിടിച്ചാണ് എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്നത് പോലും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരിൽ നിന്നും ഈ വിഷയത്തിലൊന്നും കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഇവിടുത്തെ അടുത്തുള്ള ആൾക്കാർ, പക്ഷേ വീടിനോട് തൊട്ടടുത്ത് മറ്റു കുടുംബങ്ങളൊന്നുമില്ല, എങ്കിൽ തന്നെയും കുറച്ച് അകലെയായി ചില കുടുംബങ്ങളുണ്ട്. അവരുമായിട്ടാണ് ഈ വസ്തു തർക്കവും വഴി തർക്കവും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ ഈ ഗോപൻ സ്വാമി സമാധി ആയതിനു ശേഷം, അവരുടെ സമാധി പക്ഷേ മരണപ്പെട്ടതിന് ശേഷം ഈ പറയുന്ന കാവും ഒക്കെ തന്നെ ഒരു ദുരൂഹത, അതിലൊക്കെ ദുരൂഹതയുണ്ട് എന്ന് നാട്ടുകാർ പ്രതികരിക്കുന്നു. അത്തരത്തിലൊരു സംശയ നിഴലിലാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശമുള്ളത് എന്നത് എടുത്തു പറയേണ്ടതാണ്.